Good afternoon. Good afternoon, ma'am. Jay, good afternoon. Okay, okay, Sneha, good afternoon. തുടങ്ങിയാലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, പൂർണിമ, good afternoon. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പഠിച്ച കാര്യങ്ങള് എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? പർച്ചേസിങ്ങിനെ പറ്റി പഠിച്ചു അല്ലെ? പർച്ചേസിങ്, അതുപോലെ തന്നെ പർച്ചേസിങ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകള്. പിന്നെ നമ്മൾ കണ്ടത് 3 ടൈപ്പ് ഓഫ് പർച്ചേസിങ് ആണ് അല്ലെ? ലോക്കൽ പർച്ചേസിങ് ഓർമ്മയുണ്ടല്ലോ, പർച്ചേസ് ഫ്രം സപ്ലയർ, പിന്നെ ഇമ്പോർട്ട് പർച്ചേസ്. പിന്നെ നമ്മൾ പർച്ചേസിങ് പ്രോസസ്സ് കണ്ടു. നെഗോഷിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബയറും സപ്ലയറും തമ്മിലുള്ള ബിസിനസ് ഇടപാടിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് എന്ത് നെഗോഷിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ നെഗോഷിയേഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് ബിസിനസ് ഇടപാടിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് അല്ലെ? അതിനെയാണ് നമ്മുടെ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ഒരു നല്ല നെഗോഷിയേറ്റർക്ക് വേണ്ട സ്കില്ലുകൾ അല്ലെ? ഒരു നല്ല നെഗോഷിയേറ്റർക്ക് ഉണ്ടാകേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ ആണ്. ഈ നെഗോഷിയേഷൻ ചെയ്യുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നെഗോഷിയേഷൻ ചെയ്യുന്നത്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ ആണ്. അവിടെ തൊട്ടാണ് അതിൽ ഒരു സ്റ്റേജ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? പറഞ്ഞേ, ക്ലിയർ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ആണ്. ശരി, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. നമ്മൾ പറഞ്ഞത് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ ആണ് കേട്ടോ. നെഗോഷിയേഷന്റെ വിവിധ പ്രോസസ്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും 3 ഫേസുകളാണ് അതിന് വരുന്നത് കേട്ടോ. 3 ഫേസുകൾ. ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാല് പ്രീ നെഗോഷിയേഷൻ ഫേസ് ആണ്. രണ്ടാമത്തത് മീറ്റിംഗ് ഫേസ്. മൂന്നാമത്തത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അഥവാ എക്സിക്യൂട്ടീവ് ഫേസ് എന്ന് പറയൂ കേട്ടോ. Okay. Post negotiation മോശം കംപ്ലൈന്റ് ഉണ്ടല്ലോ. അപ്പോ പ്രീ നെഗോഷിയേഷൻ ഫേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. അതായത് നെഗോഷിയേഷന് മുൻപ്, പ്രീ എന്ന് പറഞ്ഞാൽ ബിഫോർ ആണെന്ന് അറിയാം. അപ്പൊ നമ്മളൊരു ആക്ച്വൽ നെഗോഷിയേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നടത്തുന്ന ചില തയ്യാറെടുപ്പുകളാണ് അല്ലെ? അത് 5 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പില് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിന്റെ കറക്റ്റ് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്യാണ് അല്ലെ? അതിന്റെ ആവശ്യകത, മെറ്റീരിയൽ ആ ഹോസ്പിറ്റലിന്റെ എത്രത്തോളം ആവശ്യകത ഉണ്ട് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ആ ഒരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ സപ്ലൈസിൽ നിന്നൊക്കെ നമ്മൾ ബ്രോഷറുകളും പ്രൈസിംഗ് ലിസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു? അനാലിസിസ് ആയിരുന്നു അല്ലെ? അതായത് നമുക്ക് ലഭിച്ച സപ്ലൈസിൽ നിന്നും അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ വാങ്ങാൻ നമുക്ക് ഒരുപാട് സപ്ലൈസ് ഉണ്ടായിരിക്കും അല്ലെ? ആ സപ്ലൈസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്തു അല്ലെ? വിശകലനം ചെയ്തു. എന്നുവെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലില്, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഫീച്ചേഴ്സിനും ഒക്കെ നമുക്ക് ഒരു മെറ്റീരിയല് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സപ്ലയറെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അനാലിസിസ് നടത്തി രണ്ടാമത്തെ സ്റ്റെപ്പില്.
മൂന്നാമത്തതില് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ് ആണ്. ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. അതായത് നമ്മളുടെ നെഗോഷിയേഷൻ കോഴ്സുകൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ വാങ്ങുന്നതിനായിട്ട് നമ്മൾ എത്ര രൂപ വരെ പേ ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യാണ്, ഡിറ്റർമിൻ ചെയ്യാണ്. ഓക്കെ, നാലാമത്തേൽ എന്തായിരുന്നു, ഡെവലപ്പിംഗ് ഓഫ് സ്ട്രാറ്റജീസ്. അതായത് നമ്മൾ ആ ഒരു സപ്ലയറിന്റെ അടുത്ത് നെഗോഷിയേഷന് പോകുമ്പോൾ എന്തൊക്കെ പ്ലാനുകൾ, എന്തൊക്കെ സ്ട്രാറ്റജികളാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതാണ് ഡെവലപ്പിംഗ് ഓഫ് സ്ട്രാറ്റജീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പില് പ്രിലിമിനറി പ്രാക്ടീസ്. അതായത് നമ്മൾ എങ്ങനെ നെഗോഷിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം, അതുപോലെ അവർ തരുന്ന ഓഫറിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അല്ലെ? അത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ആ ഒരു ഫേസ് നമ്മുടെ തീരുകയാണ് കേട്ടോ. പ്രീ നെഗോഷിയേഷൻ ഫേസ്, ആക്ച്വൽ നെഗോഷിയേഷൻ നടത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ നടത്തുന്ന തയ്യാറെടുപ്പുകളാണ്, കാര്യങ്ങളാണ്. അതിനകത്ത് 5 സ്റ്റെപ്പുകളാണ് നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫേസ് കേട്ടോ, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഫേസ് എന്താണ്? മീറ്റിംഗ് ഫേസ് ആണ്. ഇതാണ് മീറ്റിംഗ് ഫേസ്. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, മീറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സപ്ലയറിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതാണ് എന്ത്, മീറ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്, അല്ലെ? നോക്കാം, ഇറ്റ് വിൽ നോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ വൺ മീറ്റിംഗ്. അപ്പൊ ഈ മീറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാല് അത് ഒരൊറ്റ മീറ്റിംഗിൽ അവസാനിക്കുന്നില്ല. മനസ്സിലായോ? ഒരൊറ്റ മീറ്റിംഗ് നമ്മൾ ആദ്യം തന്നെ പോയി മീറ്റ് ചെയ്യുമ്പോൾ അതോടുകൂടി ആ ഒരു ഫേസ് അവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. അപ്പൊ ആ ഒരു മീറ്റിംഗ് ഫേസിനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 3 ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് 3 കാര്യങ്ങള്. ഒന്നാമത്തത് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. നമുക്കത് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. രണ്ടാമത്തത് ഡിസ്കഷൻ മീറ്റിംഗ്. മൂന്നാമത്തത് എഗ്രിമെന്റ് മീറ്റിംഗ്. അപ്പൊ മീറ്റിംഗ് ഒറ്റ ഫേസില് അല്ലെങ്കിൽ ഒറ്റ മീറ്റിംഗോട് കൂടി ആ ഫേസ് അവിടെ അവസാനിക്കുന്നില്ല. അതിന് 3 ഡിവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, സെക്കൻഡ് വൺ ഡിസ്കഷൻ മീറ്റിംഗ്, ആൻഡ് തേർഡ് വൺ എഗ്രിമെന്റ് മീറ്റിംഗ്. അത് ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിന്റെ പ്രത്യേകത എന്താണ്? 2 parties introduce themselves and information analyzer. എക്സ്പ്ലോർ ചെയ്യാണ്. അതായത് നമ്മുടെ ബയറും സപ്ലയറും പരസ്പരം എന്ത് ചെയ്യാണ്? എക്സ്പ്ലോർ ചെയ്യാണ്, അല്ലെ? പരസ്പരം അവര് എക്സ്പ്ലോർ ചെയ്യാണ്. ദാറ്റ് മീൻസ് 2 parties, 2 പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ ബയർ, മറ്റൊന്ന് സപ്ലയർ. അവരാണ് 2 പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ബയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ റെപ്രസെന്റേറ്റീവ് ആവാം. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് സാധനങ്ങൾ, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന വ്യക്തി ബയർ, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ എന്നും പറയാം, അല്ലെ? അപ്പൊ ആ ഒരു ബയറും സപ്ലയറും അവരാണ് 2 പാർട്ടീസ്. 2 parties introduce themselves. These 2 parties that is meeting for the first time, അല്ലെ? അവരെന്ത് ചെയ്യാണ്? ഫസ്റ്റ് ടൈം അവര് മീറ്റ് ചെയ്യാണ്. ആൻഡ് ഷെയർ ദ ഇൻഫർമേഷൻസ്, ഗോൾസ്, അല്ലെ? അതെല്ലാം തന്നെ പരസ്പരം അവര് മ്യൂച്വലി ഷെയർ ചെയ്യാണ്, അല്ലെ? അതാണ് അവിടെ പറയുന്നത്. 2 parties introduce themselves and information analyzer. അതായത് ബയർ സപ്ലയർ ആയിട്ടും സപ്ലയർ ബയറുമായിട്ടും പരസ്പരം അവർ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുകയും അവർ തമ്മിൽ കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ഓക്കെ, അതാണ് എന്ത് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? the 2 parties introduce themselves and information analyzer. രണ്ടാമത്തെ എന്താണ്? ഡിസ്കഷൻ മീറ്റിംഗ് ആണ്. ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇഷ്യൂസ് ഡിസ്കസ്ഡ്. പ്രധാനപ്പെട്ട എല്ലാ ഇഷ്യൂസുകളും, പ്രശ്നങ്ങളും അവർ എന്ത് ചെയ്യാണ്? ഡിസ്കസ് ചെയ്യാണ്, അല്ലെ? പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ആ മെറ്റീരിയൽ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രൈസിങ്ങും, അതുപോലെ തന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻ, എങ്ങനെയുള്ള എന്തൊക്കെ ഫീച്ചേഴ്സുകളുള്ള മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മെറ്റീരിയലിന്റെ വാങ്ങൽ അല്ലെങ്കിൽ പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ഇഷ്യൂസുകളും, പേയ്മെന്റ് ടേംസുകൾ, അല്ലെ? എങ്ങനെ പേയ്മെന്റ് നടത്തണം, അതുപോലെ പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻസ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ള പ്രോഡക്റ്റുകളാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് എന്ത് ചെയ്യാണ്? ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എന്ത് ഡിസ്കഷൻ മീറ്റിംഗിനകത്ത് നടക്കുന്നത്. പിന്നെ വരുന്നത് എന്താണ്? എഗ്രിമെന്റ് മീറ്റിംഗ്. അങ്ങനെ ഡിസ്കഷൻ ഒക്കെ നടന്നു, ഡിസ്കഷനിലുള്ള ഒരു ഫൈനൽ സെറ്റിൽമെന്റ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എന്തായിരിക്കും? നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യണം, അല്ലെ? ഒരു മിനിറ്റ്.
ഓക്കെ. അപ്പോ എഗ്രിമെന്റ് മീറ്റിംഗില് agreement reached at and the contract is signed by the both parties. എന്ത് ചെയ്യാണ്? എഗ്രിമെന്റ് എന്ത് ചെയ്യാണ്? ഏർപ്പെടാണ് അല്ലെ? എഗ്രിമെന്റ് നടത്തുകയും അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? സൈൻ ചെയ്യാണ് അല്ലെ? ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ, മൗസിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുമ്പോ കൂടി പോവാണ്. Okay. Agreement reached at the contract is signed by the both parties. Agreement എന്ത് ചെയ്യാണ്? എഗ്രിമെന്റിൽ കരാറിൽ ഏർപ്പെടുകയാണ് അല്ലെ? അതായത് ബയ്യറും സപ്ലയറും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയും ആ ഒരു കോൺട്രാക്ട് സൈൻഡ് ബൈ ദ ബോത്ത് പാർട്ടീസ്. ആ കോൺട്രാക്ടില് ബയ്യറും സപ്ലയറും അവരെന്ത് ചെയ്യാണ്? സൈൻ ചെയ്യണം. ഓക്കെ. അപ്പൊ അതാണ് എന്ത് മീറ്റിംഗ് ഫേസിനകത്ത് നടക്കുന്നത്. അപ്പൊ മീറ്റിംഗ് ഫേസ് ഒരിക്കലും ഒറ്റ മീറ്റിംഗ് കൊണ്ട് അത് അവസാനിക്കുന്നില്ല. അതിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിൽ 2 പാർട്ടികളും, അതായത് ബയ്യറും സപ്ലയറും ദാറ്റ് ഈസ് മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. അത് ഫസ്റ്റ് ടൈം അവർ മീറ്റ് ചെയ്തിരിക്കും. അവരെന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസുകൾ ഷെയർ ചെയ്യുന്നു. ഓക്കെ. ദെൻ ഡിസ്കഷൻ മീറ്റിംഗ്. ഡിസ്കഷൻ മീറ്റിംഗില് പ്രധാനപ്പെട്ട ഇഷ്യൂസുകളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് പേയ്മെന്റ് ടേംസും എങ്ങനെ പേയ്മെന്റ് നടത്തണമെന്നും മെറ്റീരിയൽസിന്റെ സ്പെസിഫിക്കേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ഫൈനലില് എഗ്രിമെന്റ് മീറ്റിംഗ് ആണ്, അതായത് എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ് അല്ലെ? അതായത് 2 പാർട്ടികളും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണ്. ഓക്കെ. ഇത്രയുമാണ് മീറ്റിംഗ് ഫേസിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് ഏതാണ്? 3ാമത്തെ ഫേസ് എന്താണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അഥവാ എക്സിക്യൂട്ടീവ് ഫേസ് അല്ലെ? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അഥവാ എക്സിക്യൂട്ടീവ് ഫേസ് ഉണ്ട്. എന്തായിരിക്കും പോസ്റ്റ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? നെഗോഷിയേഷന് ശേഷമാണ് അല്ലെ? നെഗോഷിയേഷന് ശേഷം അഥവാ മറ്റൊരു പേജ് കൂടെ പറയും എക്സിക്യൂട്ടീവ് ഫേസ്. അതായത് മീറ്റിംഗ് ഫേസിൽ നമ്മൾ ഇവിടെ വരെ എത്തി, എഗ്രിമെന്റിലൊക്കെ ഏർപ്പെട്ടു അല്ലെ? കരാറിൽ ഏർപ്പെട്ടു, അതിനകത്ത് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഈ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ കരാറ് നടപ്പിലാക്കിയാൽ മതി അല്ലെ? അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി, ഇംപ്ലിമെന്റ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ ആ ഒരു ഫേസ് ആണ് കേട്ടോ എക്സിക്യൂട്ടീവ് ഫേസ് അഥവാ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് എന്നും പറയുന്നു. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. നമ്മൾ ആ മീറ്റിംഗ് ഫേസിൽ ഏർപ്പെട്ട എഗ്രിമെന്റ് നമ്മൾ ഇവിടെ ഈ ഒരു ഫേസ് എത്തുമ്പോൾ നടപ്പിലാക്കുകയാണ്. അഗ്രിമെന്റ് നമ്മൾ അവിടെ നടപ്പിലാക്കുന്നു. ഓക്കെ. എന്തൊക്കെയാണ് ഈ പറയുന്ന പോസ്റ്റ് നെഗോഷിയേഷൻ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. എന്താണ്? ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. ആദ്യം എന്ത് ചെയ്യുന്നു? പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ? ആദ്യം തമ്മില് ബയ്യറും സപ്ലയറും തമ്മില് എന്ത് ചെയ്യാണ്? ഒരു പർച്ചേസ്, സപ്ലയർ അല്ലെ ബയ്യറാണ് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത് അല്ലെ? ഓക്കെ. ആദ്യം തന്നെ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. നമുക്ക് ഇന്ന മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞ് നമ്മളൊരു പർച്ചേസ് ഓർഡർ ഡെവലപ്പ് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. രണ്ടാമത് എന്താണ്? ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സോഴ്സ് സെലക്ഷൻ അഥവാ വെൻഡർ സെലക്ഷൻ. സോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ? സപ്ലയർ ആണ് അല്ലെ? നമുക്ക് ആ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലയറിനെയാണ് നമ്മൾ ഇവിടെ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സപ്ലയറിന്റെ അടുത്ത് പോകുന്നുണ്ട്. നമ്മളോ അല്ലെങ്കിൽ ബയ്യർ ആവാം, അല്ലെങ്കിൽ ബയ്യർ ഹോസ്പിറ്റലിന്റെ റെപ്രസെന്റേറ്റീവ്സോ ആരാണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യാം? സോഴ്സിന്റെ പ്രിമൈസസിൽ പോയിട്ട്, സോഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ സപ്ലയർ ആണ്, സപ്ലയറിന്റെ പരിസരത്ത് പോകുകയും അവിടെ ചെന്നിട്ട് അവിടുത്തെ ഗുഡ്സ് ആൻഡ് സർവീസസുകളെല്ലാം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ് അല്ലെ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ് എന്ന് പറഞ്ഞാൽ സോഴ്സ് മീൻസ് സപ്ലയർ ആണ്. ഈ പറയുന്ന ബയ്യറോ അല്ലെങ്കിൽ ബയ്യറിന്റെ എന്തെങ്കിലും റെപ്രസെന്റേറ്റീവോ സോഴ്സ് സപ്ലയറിന്റെ പ്രിമൈസസിൽ പോകുകയും അവിടെ ചെന്ന് അവിടുത്തെ ഗുഡ്സ് ആൻഡ് സർവീസുകളെല്ലാം തന്നെ ഇൻസ്പെക്ഷൻ നടത്തുന്നു, പരിശോധന നടത്തുന്നു. ഓക്കെ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടു റിസീവ് എ പെർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോഴ്സ്. എന്താണ്? ടു റിസീവ് എ പെർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോഴ്സ്. അവർ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയ്യറാണ് നമ്മൾ അല്ലെ? നമ്മുടെ സ്റ്റോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആ പർച്ചേസ് ഓർഡർ കൊടുത്ത ആ പർട്ടിക്കുലർ ഐറ്റത്തിനെ നമ്മൾ റിസീവ് ചെയ്യുന്നു അല്ലെ? അവർ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മളാണ്, നമ്മൾ ബയ്യറാണ് അല്ലെ? ഹോസ്പിറ്റൽ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അപ്പൊ നമ്മുടെ സ്റ്റോറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ നമ്മൾ റിസീവ് ചെയ്യാണ് അല്ലെ? സ്വീകരിക്കുകയാണ്. പിന്നെ എന്താണ് അടുത്തതോ? ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. നമ്മൾ ഈ മെറ്റീരിയൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിമൈസസിൽ, നമ്മുടെ കയ്യിൽ അത് കിട്ടി, അപ്പൊ നമ്മുടെ ഏരിയയിൽ വെച്ച്, നമ്മുടെ പ്രിമൈസസ്, നമ്മുടെ പരിസരത്ത് വെച്ച്
നമ്മൾ എന്ത് ചെയ്യാണ്? ആ ലഭിച്ച മെറ്റീരിയൽസിന്റെ ഇൻസ്പെക്ഷൻ നടത്തുകയാണ്, പരിശോധന നടത്തുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്, അങ്ങനെ നമ്മൾ പരിശോധിച്ച് നമുക്കിപ്പോ എന്തെങ്കിലും കേടുപാടുകളോ പോരായ്മകളോ മെറ്റീരിയലിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും, വേണ്ടാന്ന് വെക്കും. അല്ലാത്തതോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, നമ്മൾ ഇൻസ്പെക്ഷനിലൂടെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അല്ല, ഇനിയിപ്പോ നമ്മൾ അതിൽ കിട്ടിയ മെറ്റീരിയൽസിനകത്ത് എന്തെങ്കിലും കേടുപാടുകളോ ഡിഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്? റെക്കോർഡിംഗ് സ്റ്റോക്ക് രജിസ്റ്റർ. എന്താണ് റെക്കോർഡിംഗ് സ്റ്റോക്ക് രജിസ്റ്റർ? നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്ററിനകത്ത് എന്ത് ചെയ്ത് വെക്കുന്നു? റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അല്ലെ, റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അടുത്തത് എന്താണ്? ഇൻസ്റ്റാളിംഗ്. ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഓർ സ്റ്റോറിംഗ്. ഇൻസ്റ്റാളിംഗ് ഓർ സ്റ്റോറിംഗ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ലഭിച്ച മെറ്റീരിയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ അത് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്, ഇപ്പൊ വലിയ വലിയ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതായത് നമ്മുടെ ദീർഘകാല ഉപയോഗത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മെഷീനുകൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവില്ലേ, അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓർ സ്റ്റോറിംഗ്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു മെറ്റീരിയൽസുകളാണെങ്കിൽ നമ്മൾ അത് വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. വലിയ വലിയ മെഷീനറീസ് എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, then അടുത്തത് എന്താണ്? അടുത്ത സ്റ്റെപ്പ് പേയ്മെന്റ് ആണ്. അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് പ്രോസസ് ആണ്. അല്ലെ, നമ്മൾ ഈ വാങ്ങിച്ച മെറ്റീരിയൽ എന്ത് ചെയ്യാം? പേയ്മെന്റ് ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ത്രൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് നടത്തുന്നു. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? കോസ്റ്റ് നെഗോഷിയേഷനിൽ നടക്കുന്ന കാര്യങ്ങള് ഓക്കെയാണോ? മനസ്സിലായോ? ക്ലിയർ. അപ്പൊ അത്രയാണ് ഈ പറയുന്ന 3 ഫേസുകൾ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നെഗോഷിയേഷന് 3 ഫേസുകൾ ഉണ്ട്. പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. ഓരോ ഫേസ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പർച്ചേസിംഗ് പ്രൊസീജിയർ ആണ് കേട്ടോ. എന്താണ് പർച്ചേസിംഗ് പ്രൊസീജിയർ? ഓക്കെ, പർച്ചേസിംഗ് പ്രൊസീജിയർ കേട്ടോ. നമ്മൾ ഇനി സാധനങ്ങൾ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നടപടികളാണ് കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിന് ഈ പറയുന്ന പോലെ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നറിയാമോ? 6 സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സിന് പ്രധാനമായിട്ടും 6 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഇതൊക്കെയാണ് 6 സ്റ്റെപ്പുകൾ. 1 പർച്ചേസ് റിക്വസിഷൻ, 2 പർച്ചേസ് എൻക്വയറി, 3 കൊട്ടേഷൻ ഫ്രം സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, 4 കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, 5 പർച്ചേസ് ഓർഡർ, 6 ഇൻവോയ്സ് ഓർ ബില്ല്. അതായത് നമ്മളൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ആണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? നമുക്ക് ഓരോ സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് പർച്ചേസ് റിക്വസിഷൻ ആണ്. പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ, അവരാണ് ഈ പറയുന്ന മെറ്റീരിയൽസ് വാങ്ങി ഉപയോഗിക്കുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഹോസ്പിറ്റലിനകത്ത് അല്ലെ. ഓക്കെ, അവരാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ട റിക്വസിഷൻ ആർക്ക് കൊടുക്കുകയാണ്? അവരുടെ ഹോസ്പിറ്റലിന്റെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുകയാണ് അല്ലെ. നമ്മൾക്കറിയാലോ, നമ്മൾ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അല്ലാണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വേണ്ട സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയി വാങ്ങുകയല്ല ചെയ്യുന്നത്. ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരാണ് യൂസർ ഡിപ്പാർട്ട്മെന്റുകൾ. അങ്ങനത്തെ മെറ്റീരിയൽ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ ഏതാണോ എന്നത് അതില് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. അതാണ് പർച്ചേസ് റിക്വസിഷൻ. ഓക്കെ, ശരിക്കും എന്താണ്? റിസീവ്ഡ് ഫ്രം ദ യൂസർ എന്നാണ് കേട്ടോ. യൂസ് ഡിപ്പാർട്ട്മെന്റ് യൂസറിനാണ് ആര് ചേർക്കുക കേട്ടോ. റിസീവ്ഡ് ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ചുരുക്കി പറഞ്ഞാൽ പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ദ റിക്വസിഷൻ ഫോം, ഇറ്റ് ഇസ് ദ റിക്വസ്റ്റ് ഫോം ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആ ഒരു റിക്വസ്റ്റ് ഫോം, മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ള റിക്വസ്റ്റ് ഫോമിനെയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പർച്ചേസ് റിക്വസിഷനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തും? എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് നോക്കി വെക്കാം.
ഇത് കൺസിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് നീഡഡ് അല്ലെ. നമുക്ക് എത്ര അളവിൽ മെറ്റീരിയൽസ് വേണം, യൂസർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ഇന്ന മെറ്റീരിയൽ ഇത്ര അളവിൽ വേണം എന്ന് പറയും അല്ലെ. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് വേണം, എത്ര മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത് അതിന്റെ അളവ്. പിന്നെ സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽ അതിന്റെ ടൈപ്പ്, അതിന്റെ ക്വാളിറ്റി, അതുപോലെ അതിന്റെ എന്താ പറയുക ഫീച്ചേഴ്സ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത്, അതിന്റെ ഏത് ടൈപ്പിലുള്ളതാണ്, എത്ര ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണ് വേണ്ടതെന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡേറ്റ് ഇൻ വിച്ച് ദ ഐറ്റം ഷുഡ് ബി റിസീവ്ഡ്, അതുപോലെ നമുക്ക് ആ ഒരു ഐറ്റം ലഭിക്കേണ്ട തീയതി, എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ആ മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ ഏത് ദിവസത്തിനാണ് നമുക്ക് ആ മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളത്, ആ ഒരു ഡേറ്റും കൂടെ അതിനകത്ത് രേഖപ്പെടുത്തും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ പർച്ചേസ് റിക്വസിഷൻ ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതെന്താണ്? റിക്വസ്റ്റ് ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന റിക്വസ്റ്റ് ഫോം ആണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു? ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് നീഡഡ്, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് and date in which the item should be received. അളവിൽ മെറ്റീരിയൽസ് വേണം, ആ മെറ്റീരിയലിന്റെ ടൈപ്പ്, ക്വാളിറ്റി, ഫീച്ചേഴ്സുകള്, അതുപോലെ ഏത് ദിവസം, എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് നമുക്ക് ആ മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലെ? മനസ്സിലാക്കുന്നുണ്ടല്ലോ കാര്യങ്ങള്. രണ്ടാമത്തത് എന്താണ്? പർച്ചേസ് എൻക്വയറി ആണ്. പർച്ചേസ് എൻക്വയറി. പർച്ചേസ് എൻക്വയറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ റിക്വസിഷൻ കിട്ടി, റിക്വസ്റ്റ് കിട്ടി. ഇനി എന്ത് വേണം? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്ക് ആവശ്യമായുള്ള മെറ്റീരിയലുകൾ സപ്ലയറിൽ നിന്ന് വാങ്ങണം. അപ്പൊ എന്ത് വേണം? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയർക്ക് കൊടുക്കുന്ന റിക്വസിഷൻ, റിക്വസിഷൻ അല്ല എൻക്വയറി ആണ് കേട്ടോ. അതാണ് പർച്ചേസ് എൻക്വയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ, അതും എന്ത് തന്നെയാണ് ശരിക്കും? ഒരു റിക്വസ്റ്റ് ഫോർ ദ കൊട്ടേഷൻ ആണ് അല്ലെ. റിക്വസ്റ്റ് ഫോർ ദ കൊട്ടേഷൻ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ document sent by the purchase department to the supplier. Purchase department സപ്ലയർക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള കൊട്ടേഷൻ കൊടുക്കണം. Request for the quotation. It is the document that supplied by the purchase department to the supplier. അല്ലെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയർക്ക് കൊടുക്കുകയാണ് അല്ലെ. ഇന്ന മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞ് അവരൊരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? ആ കൊട്ടേഷനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ, എൻക്വയറിക്കകത്ത്, പർച്ചേസ് എൻക്വയറി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. എൻക്വയറിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? ഇറ്റ് ഇൻക്ലൂഡ്സ് ലീഡ് ടൈം അല്ലെ. ലീഡ് ടൈം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് ലീഡ് ടൈം? ഇറ്റ് ഇസ് ദ ടൈം ആണ് അല്ലെ. ടൈം ബിറ്റ്വീൻ എന്താണ് പർച്ചേസിംഗ് ഓർഡർ ഓഫ് എ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മളൊരു മെറ്റീരിയലിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുന്നത് തൊട്ട് ആ ഒരു മെറ്റീരിയൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുന്നതിനിടയിലുള്ള സമയം അല്ലെ, അതിനെയാണ് അത് തന്നെ ആ ഒരു ടൈമാണ് ലീഡ് ടൈം. അപ്പൊ ലീഡ് ടൈം, അതുപോലെ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ, എത്ര അളവിൽ നമുക്ക് മെറ്റീരിയൽസ് വേണം എന്നുള്ളതും, പിന്നെ സ്പെസിഫിക്കേഷൻ, അതായത് എങ്ങനെയുള്ള മെറ്റീരിയൽ, ഏത് ടൈപ്പ്, എന്തൊക്കെ ഫീച്ചേഴ്സുകളുള്ള മെറ്റീരിയൽസ് ആണ്, എന്ത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിനകത്ത് പർച്ചേസ് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, പർച്ചേസ് റിക്വസിഷൻ ആര് കൊടുക്കുന്നതാ? യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റിക്വസ്റ്റ് കൊടുക്കും. പർച്ചേസ് എൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയർക്ക് കൊടുക്കുന്ന റിക്വസ്റ്റ് ആണ് അല്ലെ. റിക്വസ്റ്റ് ഫോർ ദ കൊട്ടേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തും? ലീഡ് ടൈം, ക്വാണ്ടിറ്റി ആൻഡ് സ്പെസിഫിക്കേഷൻ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ ആണ്. മൂന്നാമത്തത് എന്താണെന്നറിയോ? കൊട്ടേഷൻ ഫ്രം ദ സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഇത് നേരെ തിരിച്ച് സപ്ലയർ നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന കൊട്ടേഷൻ. ഓക്കെ, പർച്ചേസ് എൻക്വയറി എന്തായിരുന്നു? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയർക്ക് കൊടുക്കുന്ന കൊട്ടേഷൻ ആയിരുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പില് ആരാണ്? സപ്ലയർ തിരിച്ച് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് കൊടുക്കുകയാണ്? കൊട്ടേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, കേട്ടോ. കൊട്ടേഷൻ ഫ്രം ദ സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. അതും ഒരു ഡോക്യുമെന്റ് ആണ്. ഇറ്റ്സ് എ ഡോക്യുമെന്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഈ സപ്ലയർ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എല്ലാവിധ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കേട്ടോ. സപ്ലയർ ആർക്ക് കൊടുക്കുകയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽ, അല്ല ആ മെറ്റീരിയലിന്റെ പ്രൈസ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ബീയിങ് ഓഫേർഡ് ബൈ ദ സപ്ലയർ. സപ്ലയർ ആ മെറ്റീരിയൽ അവർക്ക് ഓഫർ ചെയ്യുന്ന അതിന്റെ പ്രൈസ്, എത്ര വിലയിലാണ് ആ സപ്ലയർ ആ മെറ്റീരിയൽ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ, അതായത് അവർ കൊടുക്കുന്ന സാധനങ്ങളുടെയും മറ്റും ക്വാണ്ടിറ്റി. പിന്നെ പറയുകയാണെങ്കിൽ ഇനിയുണ്ട്, അതായത് അതിന്റെ
ക്വാണ്ടിറ്റിയിൽ അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ്, അവർ കൊടുക്കുന്ന ഗുഡ്സ്, അവർ കൊടുക്കുന്ന മെറ്റീരിയൽസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ടായിരിക്കും കേട്ടോ. അതായത് കൊടുക്കുന്ന മെറ്റീരിയൽസിന്റെ പേയ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാര് കൊടുക്കുന്നതാണ്? സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊടുക്കുന്ന കൊട്ടേഷൻ. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പും ക്ലിയർ ആണല്ലോ. ഓക്കെ, നാലാമത്തെ എന്താണെന്ന് നോക്കി. നാലാമത്തെ എന്താണ്? കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒരു ഹൈഫൺ ഇടാം. എന്താണ്? കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ് അല്ലെ. അപ്പൊ നമുക്കറിയാം സപ്ലൈസ് ഇതുപോലെ നമുക്ക് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊട്ടേഷൻസ് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം? കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നമുക്ക് ആ ലഭിച്ച കൊട്ടേഷൻസ് നമ്മളുണ്ട് പരസ്പരം നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം അല്ലെ. അതാണ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ ഡിഫറെന്റ് കൊട്ടേഷൻസ് റിസീവ്ഡ് ഫ്രം ദ സപ്ലൈസ്. അപ്പൊ നമുക്ക് സപ്ലൈസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവിധ കൊട്ടേഷനുകളെ നമ്മൾ പരസ്പരം എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത് അല്ലെ. ഓരോ സപ്ലൈസും എത്ര വിലയിൽ, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അല്ലെ, എത്ര വിലയിൽ, എത്ര ക്വാണ്ടിറ്റിയിൽ, എത്ര ക്വാളിറ്റിയില് സാധനങ്ങൾ തരുന്നുണ്ടെന്ന് നമ്മൾ ഇതെല്ലാം ലഭിച്ച് നമ്മളത് കമ്പയർ ചെയ്യണം അല്ലെ. അതാണ് കേട്ടോ, കമ്പയർ ദ ഡിഫറെന്റ് കൊട്ടേഷൻസ് ദാറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ സപ്ലൈ. സപ്ലൈറിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവിധ കൊട്ടേഷനുകൾ നമ്മൾ പരസ്പരം എന്ത് ചെയ്ത് നോക്കുകയാണ്? കമ്പയർ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ വിലയിലും നമ്മുടെ കാര്യങ്ങളിലും ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വേണം നമ്മളവിടെ തെരഞ്ഞെടുക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ തെരഞ്ഞെടുക്കും അല്ലെ. കമ്പയർ ചെയ്ത് നമ്മളൊരാളെ നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. നമ്മൾ ഓക്കെ ആണ്, നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും. അങ്ങനെ നാലാമത്തെ സ്റ്റെപ്പ് കഴിയാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? പർച്ചേസ് ഓർഡർ ആണ്. പർച്ചേസ് ഓർഡർ കൊടുക്കുകയാണ്. ഒരു നല്ല സപ്ലയർ കിട്ടിക്കഴിഞ്ഞാല് ബയർ എന്ത് ചെയ്യാണ്? പർച്ചേസ് ഓർഡർ കൊടുക്കും അല്ലെ. ഓക്കെ, അതാണ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ എല്ലാം ഓരോ പോയിന്റുകളാണ് കേട്ടോ. ലീഗൽ ഡോക്യുമെന്റ്. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ആണ്. അതൊരു നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ആർക്കിടയിലുള്ള ഡോക്യുമെന്റ് ആണ്? ബിറ്റ്വീൻ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. ആ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനും സപ്ലയർക്കും ഇടയിലുള്ള ഒരു നിയമപരമായിട്ടൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട്ട് ഒന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. രണ്ടാമത്തത്, ആരാണ് ഈ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്? നോക്കിയേ, ദ പർച്ചേസ് ഓർഡർ ഈസ് എ ഡോക്യുമെന്റ് ക്രിയേറ്റഡ് ബൈ ദ ബയ്യർ അല്ലെ. ബയ്യർ ആണ്. സെർവ്സ് ദ പർപ്പസ് ഓഫ് ഓർഡറിംഗ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. അപ്പൊ ആരാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്? ബയ്യർ ആണ്. ബയ്യർ മീൻസ് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റില് ആരാണോ പർച്ചേസിംഗ് മാനേജർ ആയിരിക്കാം, അദ്ദേഹമാണ് ബയ്യർ അല്ലെ. ഹോസ്പിറ്റലിൽ വേണ്ടി സാധനങ്ങൾ വാങ്ങാണ്. സോ ബയ്യർ ആണ് ആ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ എന്താണ്? സപ്ലയറിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ ഓർഡർ കൊടുക്കുന്ന ഒരു വ്യവസ്ഥയിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്തത് എന്താണ്? എവരി പർച്ചേസ് ഓർഡർ ഷുഡ് കണ്ടെയ്ൻ. ഇനി ഒരു പർച്ചേസ് ഓർഡറിനകത്ത് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയർ തമ്മിലുള്ള ലീഗൽ ഡോക്യുമെന്റ് ആണ്. പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ബയ്യറാണ്. ഇനി നമ്മൾ അറിയേണ്ടത് പർച്ചേസിംഗ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? നോക്കിയേ, എവരി പർച്ചേസ് ഓർഡർ ഷുഡ് കണ്ടെയ്ൻ ദ കറക്റ്റ് ഡേറ്റ്. അതായത് ഏത് ഡേറ്റിലാണ് നമ്മൾ ആ ഓർഡർ കൊടുക്കുന്നത്, പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന ഡേറ്റ്, പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് സപ്ലൈസ്. അതുപോലെ നമ്മൾ എന്താണ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ പേര്, അതുപോലെ തന്നെ അഡ്രസ്, പിന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സപ്ലൈസ്, ദാറ്റ് മീൻസ് മെറ്റീരിയൽസ്. ഇത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് സപ്ലയർ എന്നാണ് കേട്ടോ. ഒന്ന് തിരുത്തണേ, സപ്ലൈസ് എന്നല്ല, സപ്ലയർ എന്നാണ് കേട്ടോ. സപ്ലൈസ് സാധനങ്ങളാണ്, സപ്ലയർ ആണ് കേട്ടോ. അതായത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് സപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെയും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സപ്ലയർ ഒക്കെ ഉണ്ടല്ലോ, അവരുടെ പേര്, അവരുടെ അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് കേട്ടോ, സാധനങ്ങളുടെ എല്ലാം വിവരങ്ങൾ, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ വിവരം, ഓർഡർ കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയൽസിന്റെ ഡിസ്ക്രിപ്ഷൻസ്, വിശദാംശങ്ങൾ, പ്രൈസ് ഓഫ് ദ ഐറ്റം, ആ മെറ്റീരിയലിന്റെ പ്രൈസ്, പിന്നെ ഓർഡർ നമ്പർ എഴുതും, പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കേട്ടോ, വ്യവസ്ഥകളാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഓർ ക്രെഡിറ്റ് പർച്ചേസ്. ഒന്നില്ലെങ്കിൽ നമുക്ക് റെഡി ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങാം, അല്ലെങ്കിലോ
കടമായിട്ട് വാങ്ങാം. ക്രെഡിറ്റ് പർച്ചേസ് അല്ലെ, കടമായിട്ട് വാങ്ങുന്ന വെച്ചാൽ മുഴുവൻ എമൗണ്ട് കടമായിട്ടല്ല, ചിലപ്പോൾ കുറച്ച് എമൗണ്ട് നമ്മൾ കൊടുക്കും, ബാക്കി എമൗണ്ട് നമ്മൾ ചിലപ്പോൾ അടുത്ത പർച്ചേസിന് അതിന്റെ കൂടെ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യേ. അപ്പൊ ഒന്നുകിൽ ക്യാഷ് ആയിട്ട്, ദാറ്റ് മീൻസ് നമ്മുടെ റെഡി ക്യാഷ് കൊടുത്ത് നമുക്ക് വാങ്ങാം, അതല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസിംഗ് കൂടെ വാങ്ങാം. അപ്പൊ അങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ മോഡ് ഓഫ് പേയ്മെന്റ്, ഏത് രീതിയിലാണ് നമ്മൾ അവർക്ക് പേയ്മെന്റ് ചെയ്യുന്നത്, ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ക്യാഷ് ഓഫ് ചെക്ക്, ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ, അതോടൊപ്പം സിഗ്നേച്ചർ ഓഫ് ദ ഓതറൈസ്ഡ് പേഴ്സൺ. അത് ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ബയ്യർ ആണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തത്. സോ ബയ്യർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താ പറയുക, ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി ആരാണോ, ചിലപ്പോൾ പർച്ചേസിംഗ് മാനേജർ ആയിരിക്കും, അപ്പൊ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ അതിനോടൊപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ പർച്ചേസ് ഓർഡറിൽ നിങ്ങൾ ഓർക്കുക, പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലൈ. ഇനി നിങ്ങൾ അറിയാം ആരാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത്, ഇമ്പോർട്ടന്റ് ആണ്. പർച്ചേസ് ഓർഡർ ഇസ് ക്രിയേറ്റഡ് ബൈ ദ ബയ്യർ, വാങ്ങുന്നയാളാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. പർച്ചേസിംഗ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും? ഡേറ്റ്, ഓർഡർ കൊടുക്കുന്ന ഡേറ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് സപ്ലയർ, ഹോസ്പിറ്റലിന്റെ സപ്ലൈന്റെ പേരും അഡ്രസ്സും, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഓർഡർ കൊടുത്തിട്ടുള്ള ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ, വിവരങ്ങള്, പ്രൈസ് ഓഫ് ഐറ്റം നമ്മൾ പറഞ്ഞുറപ്പിച്ചതിന്റെ വില, ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻ, അതായത് നമ്മൾ റെഡി ക്യാഷ് ആയിട്ടാണോ കടമായിട്ടാണോ മെറ്റീരിയൽ വാങ്ങുന്നത്, പിന്നെ മോഡ് ഓഫ് പേയ്മെന്റ്, ഏത് രീതിയിലാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്, ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ, പ്ലസ് എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓതറൈസ്ഡ് വ്യക്തിയുടെ സിഗ്നേച്ചറും അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ആറാമത്തെ സ്റ്റെപ്പ്? എന്താണ്? ഇൻവോയ്സ് ഓർ ബില്ല് ആണ് അല്ലെ. ഇൻവോയ്സ് ഓർ ബിൽ, ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ബില്ല് തന്നെയാണ് അല്ലെ. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബില്ല് തന്നെയാണ്. എന്താണ്? ദ ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ചോദിക്കാം കേട്ടോ. പർച്ചേസ് ഓർഡർ ഇസ് ക്രിയേറ്റഡ് ബൈ ബയ്യർ ആണ്, ഇൻവോയ്സ് ഓർ ബിൽ ഈസ് ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ അല്ലെ. ഇൻവോയ്സ് എന്ന് വെച്ചാൽ ഇതാ ബില്ലാണ് കേട്ടോ. ബില്ല് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സപ്ലയർ ആണ്. ആൻഡ് ഇറ്റ് ഷോസ് ഹൗ മച്ച് ദ ബയ്യർ റിക്വയർസ് ടു പേ ഫോർ ഗുഡ്സ് ബോട്ട് ഫ്രം ദ സപ്ലയർ. അതായത് ബയ്യർ സപ്ലയറിൽ നിന്നും എത്ര രൂപ കൊടുത്തുകൊണ്ട്, എത്ര പണം നൽകിയിട്ടാണ് ബയ്യർ ഈ പറയുന്ന സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല, ബില്ലാണ് കേട്ടോ. സപ്ലയർ കൊടുക്കുന്നതാണ്, ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബില്ല്. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് വരുന്ന സ്റ്റെപ്പുകൾ. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ ഇൻവോയ്സ് ഓർ ബില്ല് ഏത് സമയത്താണ് കൊടുക്കുന്നത് നോക്കി. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ സപ്ലയേഴ്സ് ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇൻവോയ്സ് അഥവാ ബില്ല് എന്ന് പറഞ്ഞാൽ ആരാർക്ക് കൊടുക്കുന്നതാണ്? സപ്ലയർ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊടുക്കുന്നതാണ് അല്ലെ. ഏത് സമയത്ത് കൊടുക്കുന്നത്? when the item is distributed, ആ മെറ്റീരിയൽ അവർക്ക് വിതരണം ചെയ്യുന്ന സമയത്ത് സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഇൻവോയ്സ് അഥവാ ബില്ല് കൊടുക്കുന്നത്. എന്നിട്ടോ ദ ബിൽസ് ആർ ക്ലിയർഡ് ബൈ ദ ഫിനാൻസ് ഓർ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ബില്ലുകള് നമ്മുടെ ഹോസ്പിറ്റലിൽ ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആ ബില്ലുകള് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സ്. എളുപ്പമല്ലേ? നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറുകളാണ് അവിടെ കാണുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഒരു മിനിറ്റ് ഒന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കി. ആ പർച്ചേസ് പ്രൊസീജിയർ ക്ലിയർ ആണോ നോക്കി. 6 സ്റ്റെപ്പുകൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, അത് തന്നെ ചെറുതാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൗസിനെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. നോക്കട്ടോ, entire purchasing procedure divided into 3. അപ്പൊ നമ്മൾ പഠിച്ചല്ലോ പർച്ചേസിംഗ് പ്രൊസീജിയർ, ഇപ്പൊ പഠിച്ച കാര്യങ്ങളാണ്. അതിനെ അവര് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അത് വേറൊന്നും പഠിക്കാനില്ല, ഇപ്പൊ പഠിച്ചത് തന്നെ ഇത് ഷോർട്ട് ആക്കി കൊടുത്തിരുന്നു മാത്രം കേട്ടോ. നോക്കാം, entire purchasing procedure divided into 3. ഏതൊക്കെയാണെന്ന്? പ്രീ പർച്ചേസിംഗ് സിസ്റ്റം, ഓർഡറിംഗ് സിസ്റ്റം,
പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. നമ്മൾ നേരത്തെ നെഗോഷിയേഷൻ പറഞ്ഞപ്പോ പ്രീ നെഗോഷിയേഷൻ, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ എന്നൊക്കെ പറഞ്ഞില്ല. അതുപോലെ തന്നെ പർച്ചേസിംഗ് പ്രൊസീജിയറിന് മൂന്നായിട്ട് അവര് തിരിച്ചേക്കാണ്. പ്രീ പർച്ചേസ് സിസ്റ്റം, പർച്ചേസിംഗിന് മുൻപായിട്ട് നടത്തുന്ന തയ്യാറെടുപ്പുകൾ. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഒന്ന് പർച്ചേസ് റിക്വസിഷൻ, അല്ലെ, റിക്വസിഷൻ കൊടുക്കുന്നു. അതൊക്കെ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന കാര്യമാണ്. യൂസർ ഡിപ്പാർട്ട്മെന്റ് സപ്ലയർക്ക് കൊടുക്കുന്നതാണ്, അല്ലെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതാണ് പർച്ചേസ് റിക്വസിഷൻ. പിന്നെ പർച്ചേസ് എൻക്വയറി, പർച്ചേസ് എൻക്വയറി ആർക്ക് കൊടുക്കുന്നതാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയർക്ക് കൊടുക്കുന്ന കൊട്ടേഷൻ ആണ്, അല്ലെ, റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ ആണ്. പിന്നെ റിസർവിംഗ് ദ കൊട്ടേഷൻ, അതായത് നമ്മൾ സപ്ലയറിൽ നിന്നും വരുന്ന കൊട്ടേഷൻസുകളെല്ലാം തന്നെ എന്ത് ചെയ്ത് വെക്കും? റിസർവ് ചെയ്ത് വെക്കുന്നു. ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അവസാനം നമ്മൾ പല സപ്ലൈസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കൊട്ടേഷൻസുകളെ കമ്പയർ ചെയ്യും. ഇതൊക്കെ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകളിലാണ്. അത് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നത് പ്രീ പർച്ചേസ് സിസ്റ്റത്തിനകത്താണ് വരുന്നത്. ഇനി ഓർഡറിംഗ് സിസ്റ്റത്തിൽ എന്താണ്? നമ്മൾ ഓർഡറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. നമ്മൾ 5ാമത്തെ സ്റ്റെപ്പിൽ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? 6ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചത് റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നു. പിന്നെ ഇൻസ്പെക്ഷൻ, അല്ലെ, നമ്മൾ റിസീവ് ചെയ്ത ഉടനെ എന്ത് ചെയ്യും? ഇൻസ്പെക്ഷൻ നടത്തും, അല്ലെ, പരിശോധന നടത്തും. ആൻഡ് പേയ്മെന്റ് ഓഫ് ഫീസ്, അതിനുശേഷം നമ്മൾ ബില്ലുകള് പേയ്മെന്റ് നടത്തുന്നു. അപ്പൊ അത് വളരെ സിമ്പിൾ ആക്കി ഒരു 3 പാർട്ടായിട്ട് ഇവർ പറഞ്ഞതാണ്. പ്രീ പർച്ചേസ് സിസ്റ്റം, ഓർഡറിംഗ് സിസ്റ്റം ആൻഡ് പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. കേട്ടോ, അടുത്ത എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലില് ദീർഘകാല ഉപയോഗത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു MRI മെഷീൻ, അല്ലെ, നമ്മൾ ഒരുപാട് നാളത്തേക്ക് വേണ്ടി മേടിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ, അല്ലാണ്ട് 1-2 ദിവസത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണോ? അല്ല. പ്രത്യേകിച്ച് വലിയ വലിയ മെഷീനറീസ് ഒക്കെ, MRI മെഷീൻ, CT സ്കാൻ മെഷീൻ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു ഹോസ്പിറ്റലിന്റെ ദീർഘകാല ഉപയോഗത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്ന എക്യുപ്മെന്റ്സ്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ്സുകളുടെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്? അതിന്റെ പ്രത്യേകതകളാണ് അവിടെ 4 പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. കേട്ടോ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, വിച്ച് ഈസ് ദ മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ? ഒരു ഹോസ്പിറ്റലിന്റെ മേജർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ്, അല്ലെ. അതായത് നമ്മളൊരു ഹോസ്പിറ്റലില് പ്രധാനമായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എന്തിനാണ്? ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു കട തന്നെ തുടങ്ങുകയാണെങ്കിൽ നമ്മള് കട തുടങ്ങുമ്പോൾ നമ്മള് നല്ലൊരു ഭാഗം നമ്മൾ ആ പൈസയുടെ ഒരു എന്താ പറയാ 70% നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ വാങ്ങാൻ വലിയ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങാനായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക, അല്ലെ. അപ്പൊ അതിനെ ആലോചിച്ചാൽ മതി. ഒരു ഹോസ്പിറ്റലിന്റെ മേജർ ഇൻവെസ്റ്റ്മെന്റ് എന്തിലേക്കായിരിക്കും? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവർത്തിച്ചുള്ള ഒരു പർച്ചേസിന് അവിടെ ആവശ്യമുണ്ടോ? 1-2 ദിവസത്തേക്കായിട്ട് മേടിക്കുന്ന സാധനങ്ങളാണോ? അല്ല, നമ്മുടെ ദീർഘകാല ഉപയോഗത്തിനായിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്. ആവർത്തിച്ചുള്ള പർച്ചേസിങ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള മെഷീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വർഷങ്ങളോട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. അപ്പൊ ഒരു ആവർത്തിച്ചുള്ള പർച്ചേസിങ് അവിടെ നമുക്ക് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതാണ് ഇതൊക്കെ ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ പ്രത്യേകതയാണ്. കേട്ടോ, പിന്നെന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ മേജർ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നായിരിക്കും എന്ത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ടാവുക? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നുണ്ടാവുക. 4ാമത്തെ പോയിന്റ് നോക്കിയേ. In case of financial or accounting terms, capital equipment is called fixed asset. Underline ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ പറയുന്ന ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ ഒരു ഫിനാൻഷ്യൽ, ഒരു അക്കൗണ്ടിങ് ടേംസിൽ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റിന് എന്ത് പറയുന്നത്? നമ്മള് ഫിക്സഡ് അസറ്റ് ആണെന്ന് പറയും. സ്ഥിരമായിട്ടുള്ള ഒരു അസറ്റ് ആണ്, അല്ലെ.
എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ മേടിക്കുന്ന, വാങ്ങുന്ന, പ്രയോജനപ്പെടുത്തുന്ന എക്യുപ്മെന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ഫിക്സഡ് അസറ്റ്. അതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചത് ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ അസറ്റ് ആണ്, ആസ്തിയാണ്. ഓക്കെ, അപ്പൊ ഏത് ടേമിലാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടേമിൽ നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റിന് എങ്ങനെയാ പറയാ? ഫിക്സഡ് അസറ്റ് എന്നാണ് പറയാ. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്താണെന്ന് അതിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. അതൊരു ഹോസ്പിറ്റലിലെ മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ആവർത്തിച്ചുള്ള ഒരു പർച്ചേസിങ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട് മേടിക്കുന്ന ഒരു വലിയ എക്യുപ്മെന്റ് ആയിരിക്കും. അതുപോലെ ഒരു ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റിലൂടെ ആയിരിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടേംസിലെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങി നോക്കിയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ എക്യുപ്മെന്റ് മാനേജ് ചെയ്യുന്നത്? ഏത് രീതിയിലാണ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് കേട്ടോ? അതിൽ പ്രധാനമായിട്ടും 5 സ്റ്റെപ്സുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്. രണ്ടാമത്തത് പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. മൂന്നാമത്തത് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. നമ്മൾ വാങ്ങിയ എക്യുപ്മെന്റിനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മെയിൻ്റനൻസ് നടത്തുന്നു. നാലാമത്തത് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. നമ്മൾ എക്യുപ്മെന്റിനെ നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. അഞ്ചാമത്തതോ ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. കുറെ നാള് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്താവും? ഉപയോഗരഹിതമാവും അല്ലെ? ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കാർഡ് ചെയ്യണം അല്ലെ? അത് ആവശ്യം നമ്മളത് മാറ്റണം അല്ലെ? സോ ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ആദ്യം പ്ലാനിംഗ് ഓഫ് ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റിന്റെ പ്ലാനിംഗ് തയ്യാറാക്കുന്നു. ദെൻ പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് ആൻഡ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഇതാണ് 5 സ്റ്റെപ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് കേട്ടോ. എക്യുപ്മെന്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട 5 സ്റ്റെപ്പുകളാണ്. ഇനി ഓരോന്ന് എന്താ നോക്കാം, എളുപ്പമാണ്. ഫസ്റ്റ് വൺ എന്താണ്? പ്ലാനിംഗ് ദ എക്യുപ്മെന്റ്. പ്ലാനിംഗ് ദ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? To choose the alternatives and select the best one. Important point is first needed. എന്താണ് പറയുന്നത്? To choose the alternatives. നമുക്കിപ്പോ ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നതിനായിട്ട് ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും അല്ലെ? ഒരു ആൾട്ടർനേറ്റീവ്സ് മീൻസ് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. അതില് ബെസ്റ്റ് വൺ, നമുക്ക് ഏറ്റവും അനുയോജ്യമാണ്, നമ്മുടെ ആവശ്യകതയനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഒന്നിനെ നമ്മൾ തെരഞ്ഞെടുക്കുക. ഓക്കെ, അതാണ് സെലക്ട് ദ ബെസ്റ്റ് വൺ. എന്ന് വെച്ചാൽ ആ ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നതിനായിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് സപ്ലൈസിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അല്ലെ? അത്തരം ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് നമ്മുടെ ആവശ്യകതയനുസരിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാളെ നമുക്ക് തെരഞ്ഞെടുക്കുക അല്ലെ? സെലക്ട് ദ ബെസ്റ്റ് വൺ. ഓക്കെ, പിന്നെന്താണ്? ഇമ്പോർട്ടന്റ് പോയിന്റ് ഇസ് ഫെൽറ്റ് നീഡ്. അത് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എക്യുപ്മെന്റിന്റെ എല്ലാ വിവരങ്ങളും, അതിന്റെ പ്രൈസ്, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, പിന്നെ അതിന്റെ ഡെലിവറി ടൈം, പിന്നെ എന്താ പറയുക ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, എത്ര സാധനങ്ങൾ വേണം, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, അതിന്റെ പ്രൈസ്, പിന്നെ അത് ഏത് ദിവസം നമുക്കത് ഡെലിവറി ചെയ്ത് തരും. ഓക്കെ, പിന്നെ പിന്നെ സപ്ലയറുടെ റെപ്യൂട്ടേഷൻ അല്ലെ? നമുക്ക് തരുന്ന സപ്ലയറുടെ റെപ്യൂട്ടേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് വണ്ണിനെ കൊണ്ടതിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് പ്ലാനിംഗ് എക്യുപ്മെന്റ്. പ്ലാനിങ്ങിനകത്ത് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? പർച്ചേസ് ചെയ്യുന്നു. പ്ലാൻ കഴിഞ്ഞു. പിന്നെ എന്താണ് അടുത്തത്? പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. ആ എക്യുപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാണ് അല്ലെ? വാങ്ങാണ്. അതിനകത്ത് 9 മേജർ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. 9 മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിംഗ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. അതായത് ഈ ഒരു ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന 9 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് കേട്ടോ? അതൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തത് കേട്ടോ പർച്ചേസ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മേജർ സ്റ്റെപ്പുകളാണ് കേട്ടോ. ഫസ്റ്റ് വൺ, ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഡിക്ഷൻ ആണ് അല്ലെ? പ്രവചനമാണ്. ദാറ്റ് മീൻസ് ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ദാറ്റ് മീൻസ് പ്രഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ് ഓഫ് ദ എക്യുപ്മെന്റ്. അതായത് നമ്മൾ ആ ഒരു എക്യുപ്മെന്റിന്റെ ഡിമാൻഡ് എത്രത്തോളം ആ ഹോസ്പിറ്റലിലുണ്ട്, ആ എക്യുപ്മെന്റിന് എത്രത്തോളം ആവശ്യം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നത് നമ്മൾ മുൻകൂട്ടി കാണുന്നു അല്ലെ? എന്താണ് ഫോർകാസ്റ്റ്? മുൻകൂട്ടി കാണുക, പ്രെഡിക്റ്റ് ചെയ്യുക. അതാണ് ആദ്യത്തെ കാര്യം അല്ലെ? അതായത് ആ ഹോസ്പിറ്റലിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ് ഏറ്റവും
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരിക്കും അല്ലെ. അപ്പൊ ആ എക്യുപ്മെന്റിന് എത്രത്തോളം പ്രാധാന്യം ആ ഹോസ്പിറ്റലിലുണ്ട്, എത്രത്തോളം അതിന് ഡിമാൻഡ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് മുൻകൂട്ടി കാണുക. രണ്ടാമത്തെ നമുക്ക് എന്ത് വേണം? സോഴ്സ് ഓഫ് ഫണ്ട് അല്ലെ. ഇത് നമുക്ക് എന്ത് വേണം? എക്യുപ്മെന്റ് വാങ്ങാൻ ഫണ്ട് വേണം. ഫണ്ടിന്റെ സോഴ്സ് കണ്ടെത്തണം അല്ലെ. ഓക്കെ, സോഴ്സസ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണ് സോഴ്സസ് ആയിട്ട് പറയുന്നത്? ഒന്ന് ലോൺസ്, വേണമെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം അല്ലെ. ലോൺ എടുത്ത് വേണമെങ്കിൽ ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്ക് വാങ്ങുന്നതാണ്. പിന്നെ മറ്റൊരു സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഫണ്ടാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ഡിപ്രീസിയേഷൻ ഫണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തേയ്മാനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ടിയർ ആൻഡ് ടിയർ എന്നാണ് പറയാ കേട്ടോ. തേയ്മാനം, ഡിപ്രീസിയേഷൻ ഫണ്ട്. അതായത് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്കൊരു MRI മെഷീൻ വേണം. അതൊരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണല്ലോ. കുറെ കാലങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. MRI മെഷീൻ വേണം. ഓക്കെ, ഓൾറെഡി MRI മെഷീൻ ഉണ്ട്. ആ മെഷീൻ ഏകദേശം ഒരു 25 വർഷമാണ് കാലാവധി എന്ന് വിചാരിക്കാം. ഓക്കെ, 25 വർഷമാണ് അതിന്റെ കാലാവധി. 25 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണത്? റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പുതിയ ഒരെണ്ണം വാങ്ങേണ്ടതായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതിന്റെ അത്രയും വർഷമാണ് അതിന്റെ ഒരു എന്താ പറയുക യൂട്ടിലിറ്റി, അല്ലെങ്കിൽ അതിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ എക്സാമ്പിൾ വേണ്ടി പറയണേട്ടോ, അങ്ങനെയൊന്നും അയക്കില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഒരു MRI മെഷീൻ ഉണ്ട്. അപ്പൊ അതിന് 25 വർഷം വരെയാണ് അതിന്റെ മാക്സിമം കാലാവധി. അപ്പം 25 വർഷം കഴിഞ്ഞു. ഓൾറെഡി ഉള്ള മെഷീനാണ്. 25 വർഷം കഴിഞ്ഞു. അത് ഇനി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണത്? റീപ്ലേസ് ചെയ്യണം അല്ലെ. അത് വാങ്ങി അത് മാറ്റി നമുക്ക് പുതിയ തൊഴിലിന് നമുക്ക് വാങ്ങണം. ഈ പുതിയ തൊഴിലിനെ വാങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? വലിയൊരു ഫണ്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക, മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? എല്ലാ വർഷവും നമുക്ക് ഓൾറെഡി MRI മെഷീൻ ഉണ്ടായിരുന്നല്ലോ. അത് മേടിക്കുമ്പോൾ നമുക്കറിയാം 25 വർഷമാണ് കാലാവധി എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുന്ന വെച്ചാല് എല്ലാ വർഷവും ആ ഒരു എന്താ പറയുക എക്യുപ്മെന്റിന്റെ തേയ്മാനം കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഒരു നിശ്ചിത തുക വീതം അതിന്റെ ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് മാറ്റിവെക്കും. അതിന് മനസ്സിലായോ? ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ തേയ്മാനമാണ്. നമുക്ക് ഓൾറെഡി MRI മെഷീൻ ഉണ്ട്. അത് മേടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് 25 വർഷം തന്നെ ഇതിന്റെ ലൈഫ് ഉള്ളൂ. അത് കഴിയുന്ന കാലത്ത് നമുക്കത് റീപ്ലേസ് ചെയ്ത് പുതുതൊരെണ്ണം വാങ്ങേണ്ടി വരും. പുതിയതൊരെണ്ണം വാങ്ങുന്ന സമയത്ത് ഭയങ്കര വില വരും. അപ്പൊ അതിന്റെ ഭാഗം അത് മുന്നേ കാണാണ്. മുന്നേ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ഒരു മെഷീൻ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഒരു തേയ്മാനം അല്ല, അതിന്റെ ഒരു എന്താ പറയുക ഡിപ്രീസിയേഷൻ കണക്കിലെടുത്തുകൊണ്ട് ഒരു നിശ്ചിത തുക വീതം നമ്മൾ മാറ്റിവെക്കുകയാണ്. അത് പോകുന്നത് ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ടാണ്. ഓക്കെ, കാര്യം ഈ മെഷീൻ ഓൾറെഡി നമ്മൾ മെഷീൻ ഉണ്ട്. ആ മെഷീൻ ഒരു വർഷം ഉപയോഗിക്കുന്നു, കുറച്ച് തേയ്മാന സമയത്ത് രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, ഓരോ വർഷങ്ങൾ കഴിയും തോറും അതിന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളത് കണക്കാക്കിക്കൊണ്ട് നിശ്ചിത തുക വീതം എന്ത് ചെയ്യും? ഈ പറയുന്ന ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് മാറ്റിവെക്കും. അങ്ങനെ 25 വർഷം കഴിഞ്ഞ് ഈ മെഷീന്റെ കാലാവധി തീരുന്ന സമയത്ത് നമ്മൾ അതിനു വേണ്ടി കണക്കാക്കി വെച്ചൊരു ഡിപ്രീസിയേഷൻ ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു മെഷീൻ വാങ്ങാൻ പാടില്ലേ? പുതിയ മെഷീൻ വെച്ചാൽ ആ ഫണ്ട് മാത്രമല്ല, ആ ഫണ്ട് ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു മെഷീൻ വാങ്ങാനായിട്ട് സാധിക്കും. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞ കാര്യം? ക്ലിയർ ആയോ? ഡിപ്രീസിയേഷൻ ഫണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി എന്താണ് ഹോസ്പിറ്റൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെ? ഹോസ്പിറ്റൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. അക്യൂമുലേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടി കൊണ്ടുവരുന്ന സംഭവമാണ് കേട്ടോ. പ്രോഫിറ്റ് അതായത് നമുക്കറിയാലോ ഹോസ്പിറ്റലിലോട്ട് വരുന്ന റവന്യൂ, വരുമാനം, അതിൽ ലാഭം ഉണ്ടാവുമല്ലോ, പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. ആ പ്രോഫിറ്റ് നമ്മൾ കൂട്ടി വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതൊരു സോഴ്സ് ഓഫ് ഫണ്ടാണ്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്യുപ്മെന്റ് വാങ്ങാൻ പറ്റും. പിന്നെ എന്താണ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട്? പിന്നെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്ന് പറയാം. അതായത് നമ്മൾ ഇന്ന മെഷീൻ വാങ്ങണം, ഇന്നത് നമുക്ക് ഇത്ര വർഷം കഴിഞ്ഞ് ഇന്ന മെഷീൻ വാങ്ങണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെ അതിനു വേണ്ടി തന്നെ നമ്മൾ പ്രത്യേകമായിട്ടൊരു ഫണ്ട് നമ്മൾ ഇപ്പൊ സ്വരൂപിച്ചു വെക്കും. ഇല്ല, ഇപ്പൊ നമ്മളൊക്കെ ചെയ്യാറില്ല. ഇപ്പൊ നമ്മൾക്ക് ഒരു കാറ് വാങ്ങണം, ഒരു 5 വർഷത്തിനുള്ളിൽ ഒരു കാറ് വാങ്ങണം, അങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ കാറ് വാങ്ങണം എന്നുള്ള പർപ്പസിന് വേണ്ടി തന്നെ നമുക്കിപ്പൊ കിട്ടുന്ന ഓരോ വരുമാനം തിരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പെസിഫിക് പർപ്പസ് ഫണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇത്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് ആ മെറ്റീരിയൽ വാങ്ങുന്ന ലോൺ എടുക്കാം, ഡിപ്രീസിയേഷൻ ഫണ്ട് ഉപയോഗിക്കാം, ഹോസ്പിറ്റൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്. ഇനി അതല്ലാതെ ആ പർട്ടിക്കുലർ മെഷീൻ വാങ്ങുന്നതിന് വേണ്ടി തന്നെ നമ്മൾ ഒരു സ്പെസിഫിക് പർപ്പസ് ഫണ്ടും ഉപയോഗിക്കാം അല്ലെ. അത് വഴിയായിട്ട് നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങാവുന്നതാണ്.
ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡിസിഷൻ മേക്കേഴ്സ് ആണ്. തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട് അല്ലെ, ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ മേക്കേഴ്സിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കി? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽ മാനേജർ, ഫിനാൻസ് മാനേജർ ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയർ. ആരൊക്കെയായിരിക്കും? ഹോസ്പിറ്റലിലെ ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, CEO പോലുള്ള ആൾക്കാര്, അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും, HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകള്, പിന്നെ നമ്മുടെ മെറ്റീരിയൽ മാനേജർ ഉണ്ടായിരിക്കും, ഫിനാൻസ് മാനേജർ ഉണ്ടായിരിക്കും, ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ്. ഇതിലൊക്കെയാണ് നമ്മുടെ ഡിസിഷൻ മേക്കേഴ്സ്. ഇവരുടെയൊക്കെ തീരുമാനങ്ങളും ഒക്കെ എല്ലാം എടുത്തിട്ടാണ് ഒരു മെറ്റീരിയൽ വാങ്ങാനുള്ള, പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങുന്നതിനുള്ള തീരുമാനത്തിലോട്ട് എത്തുന്നത് കേട്ടോ. ഓക്കെ, ഡിസിഷൻ മേക്കേഴ്സിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ എന്താണ്? സപ്ലയേഴ്സ്. ദാറ്റ് മീൻസ് സപ്ലയേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ. സപ്ലയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യാനും ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങാൻ ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടുള്ള സപ്ലയർ ആരാണോ അവരെ നമ്മൾ കണ്ടെത്തുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. അഞ്ചാമത്തെ എന്താണ്? ഇൻഫർമേഷൻ ജനറേഷൻ. അതായത് ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്സ് ആൻഡ് പേഴ്സൺസ് ഹു ഡീൽ വിത്ത് ഇറ്റ്. അതായത് നമ്മൾ ഈ പറയുന്ന എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകള്, ഹു ഡീൽ വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, ഇത്തരം മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അതുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും. അവരിൽ നിന്നുമൊക്കെ നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും അല്ലെ, ശേഖരിക്കും. അവരുടെയൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും? ആറാമത്തേത് നോക്കിയേ, ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഹോസ്പിറ്റലിനൊക്കെ ഹെൽപ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യും? കണക്കിലെടുക്കും അല്ലെ. ഓടിപ്പോയി വാങ്ങല്ല, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും അല്ലെ. ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അത് ഹെൽപ്ഫുൾ ആവോ അല്ലയോ എന്നുള്ളത് നമ്മൾ അവിടെ തീരുമാനിക്കും. പിന്നെ എന്താണ്? കമ്പാരിറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് ദ കൊട്ടേഷൻ. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. അതായത് കമ്പയറിംഗ് ദ ഡിഫറെന്റ് കൊട്ടേഷൻസ്, സപ്ലൈ എന്താ പറയാ, റിസീവ്ഡ് ആയിട്ട് സപ്ലൈസിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ച വിവിധ കൊട്ടേഷൻസുകൾ നമ്മൾ ചെയ്ത് നോക്കും, കമ്പയർ ചെയ്തൊക്കെ നോക്കും. നമ്മുടെ പ്രൈസിനും ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒക്കെ ഒത്തുവരുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ ടൂൾസ് ആണ്. ഫിനാൻഷ്യൽ ടൂൾസ് ഏതൊക്കെയാണ്? ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് അല്ലെ. ബഡ്ജറ്റ് തയ്യാറാക്കും അല്ലെ, നമ്മൾ ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. പിന്നെ അതിന്റെ കോസ്റ്റിംഗ്, എത്ര രൂപയ്ക്ക് നമുക്കത് വാങ്ങാൻ സാധിക്കും എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ പരിഗണിക്കുന്നു. പിന്നെ പർച്ചേസ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യും, നമ്മള് സാധനം നമ്മൾ വാങ്ങും. ഓക്കെ, പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇൻസ്റ്റാളേഷൻ അല്ലെ. ഈ കൊണ്ടുവന്ന മെറ്റീരിയൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തു, ഇനി എന്ത് വേണം? നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നത് സ്ഥാപിക്കണം അല്ലെ. അപ്പൊ ഇൻസ്റ്റാളേഷൻ അല്ലെ. ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് നോക്കി, AC ഫോർ സം എക്യുപ്മെന്റ് എന്നാണ്, എക്യുപ്മെന്റ് ആണ് അവിടെ എത്തിയിരിക്കുന്നത്, എക്യുപ്മെന്റ് കേട്ടോ. ഓക്കെ, തിരിക്കുക. AC ഫോർ സം എക്യുപ്മെന്റ്, സ്പേസ് ഫോർ ഓഫ് റൂം, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ എക്സ്റേ റൂംസ്. അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ സ്ഥാപിക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കണം അല്ലെ. AC ഒക്കെ വേണ്ടി വരും. അപ്പൊ AC ഫോർ സം എക്യുപ്മെന്റ്, ചില എക്യുപ്മെന്റുകളുടെ ലൈഫിന് വേണ്ടിയിട്ട് AC പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ. കുഴപ്പമില്ല. അപ്പൊ AC സപ്ലൈ ചെയ്യുക. അതുപോലെ സ്പേസ് ഓഫ് റൂം, ആ ഒരു എക്യുപ്മെന്റ് എന്താ പറയാ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തുക. പിന്നെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ എക്സ്റേ റൂം. എക്സ്റേ റൂമിലൊക്കെയാണ് നമ്മൾ എക്യുപ്മെന്റ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, ദാറ്റ് മീൻസ് ഭയങ്കര എന്താ പറയാ റഫ് ആയിട്ടുള്ള വാൾസ് ആയിരിക്കും അല്ലെ. എക്സ്റേ റൂം എന്നൊക്കെ പറയുമ്പോൾ റേഡിയേഷൻസിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ചുവരുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം പരുക്കനായിട്ടുള്ള റഫ് ആയിട്ടുള്ള വാൾസ് ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, സ്ഥാപിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? അപ്പൊ പർച്ചേസിംഗ് മാത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് അല്ലെ. ഓക്കെ, നമ്മൾ എക്യുപ്മെന്റിന്റെ മെയിന്റനൻസ് ആണ് അല്ലെ, മെയിന്റനൻസ്. ഇതും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം കേട്ടോ. എങ്ങനെയാണ്? സയന്റിഫിക് അപ്രോച്ച് ടു റീസ്ട്രെയിൻ the breakdown of an equipment is called maintenance. Underline ചെയ്തു വെക്കാം. Okay, what is maintenance? എന്താണ് maintenance എന്ന് പറഞ്ഞാല് scientific approach to restrain the breakdown of an equipment is called maintenance.
അതായത് ഒരു എക്യുപ്മെന്റിന്റെ ബ്രേക്ക് ഡൗൺ, ഒരു എക്യുപ്മെന്റിന്റെ തകർച്ച, കേടുപാടുകള് അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രീയമായ സമീപനം. എന്ന് പറയേണ്ട മെയിൻ്റനൻസ് എന്താന്നുള്ളത് നമുക്കറിയാം അല്ലെ. എന്താണ് ഈ പറയുന്ന എക്യുപ്മെന്റ്സുകളെ പ്രോപ്പർ ആയിട്ട് നമ്മള് അറ്റകുറ്റപ്പണികളും നടത്തി സംരക്ഷിക്കുക അല്ലെ. അതാണ് മെയിൻ്റനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സയന്റിഫിക് അപ്രോച്ച് ടു റീസ്ട്രെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് എക്യുപ്മെന്റ് ഈസ് കോൾഡ് മെയിൻ്റനൻസ്. അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി മെയിൻ്റനൻസ് തന്നെ 3 ടൈപ്പിൽ നമുക്ക് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് പ്രിവെന്റീവ് മെയിൻ്റനൻസ്, 2 ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ്, 3 ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. ഇതൊക്കെയാണ് പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ്, ബ്രേക്ക് ഡൗൺ. പ്രിവെന്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രിവെന്റീവ് ആണ് അല്ലെ. അതായത് നമ്മൾ വരുന്നതിനേക്കാളും മുമ്പാണ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ അത് ഷെഡ്യൂൾഡ് ആണ്, ദാറ്റ് മീൻസ് പ്ലാൻഡ് ആണ് അല്ലെ. അപ്പൊ പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലർ, ഡൺ പീരിയോഡിക്കലി, ഡോൺ അല്ല കേട്ടോ, ഡൺ എന്നാണ്, DONE എന്നാണ് കേട്ടോ. ഡൺ പീരിയോഡിക്കലി, അതായത് ആവർത്തിച്ച് ചെയ്യുന്ന കാര്യമാണ്. ദാറ്റ് മീൻസ് റെഗുലർ ആയിട്ടുള്ള ചെക്സുകളും മെയിൻ്റനൻസും ഒക്കെ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്. ആ എക്യുപ്മെന്റിന്റെ എന്താ പറയാ, അത് ആ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ബ്രേക്ക് ഡൗൺ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യാണ്? ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്താണ്. അതായത് ഡൺ പീരിയോഡിക്കലി റെഗുലർ ആയിട്ട് നടത്തുന്ന ചെക്കിംഗ് ആണ്. ദാറ്റ് ഈസ് വൺസ് ഇൻ എ ഇയർ, ഓർ നടന്നോ കേട്ടോ, ഓർന്നോ അല്ലെങ്കിൽ സ്ലാഷ് ഇട്ടാലും മതി, ഓർന്നാണ് അർത്ഥം. വൺസ് ഇൻ എ ഇയർ ഓർ 2, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ വർഷത്തിൽ 2 തവണ കേട്ടോ. അങ്ങനെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് നടത്താൻ നല്ലതാണ്. അതായത് കേടുപാട് വന്നിട്ട് ചെയ്യുന്നേക്കാളും നല്ലത് കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? റെഗുലർ ആയിട്ടുള്ള ചെക്കിങ്ങുകളും മെയിൻ്റനൻസും ഒക്കെ നടത്തുന്നു. ഓക്കെ, അത് സാധാരണ വർഷത്തിൽ 1 or 2 തവണ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നത് ഡിറ്റക്റ്റീവ് ആണ്. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡൺ ഫോർ ഫൈൻഡിങ് എ പെർട്ടിക്കുലർ പ്രോബ്ലം, അതായത് ഒരു പ്രത്യേക പ്രോബ്ലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന മെയിൻ്റനൻസ് ആണ് ഡിറ്റക്റ്റീവ്. ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, വരുമോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന മെയിൻ്റനൻസ് ആണ് ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മളൊരു കാർ ഓടിച്ചുകൊണ്ടിരിക്കും. കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എന്താ പറയാ, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു നോയ്സ് വരുന്നുണ്ട്. കാർ ഓടുന്നുണ്ട്, പക്ഷെ എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു നോയ്സ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ് നടത്തുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രേഞ്ച് നോയ്സ് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് കണ്ടുപിടിച്ച് വേഗത്തിൽ റിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലൊരു സംഭവമാണ് കേട്ടോ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കഴിഞ്ഞു, മതി, ഇത്രയും മതി. 3ാമത്തെ ബ്രേക്ക് ഡൗൺ എളുപ്പമാണ്, കുറച്ചും കൂടെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗങ്ങൾ വായിച്ച് നല്ലപോലെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.